ഏറ്റുമാനൂർ നഗരസഭയുടെ ആദ്യത്തെ ചെയർമാനായിരുന്ന ജെയിംസ് തോമസ് പ്ലാക്കിത്തൊട്ടിയിൽ ഇത്തവണ വീണ്ടും മത്സരരംഗത്ത്. നഗരസഭയിലെ 27-ാം വാർഡിലാണ് ജെയിംസ് തോമസ് പ്ലാക്കിത്തൊട്ടി UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. സിറ്റിംഗ് കൗൺസിലറായ കേരള കോൺഗ്രസ് എം പ്രതിനിധി ബിബീഷാണ് പ്രധാന എതിരാളി. ഷിൻ ഗോപാലാണ് ഇവിടെ NDA സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. ആദ്യ ചെയർമാൻ എന്ന നിലയിലും തൻ്റെ പ്രവർത്തന കാലഘട്ടത്തിൽ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളും നൽകുന്ന ആത്മവിശ്വാസവും വിജയപ്രതീക്ഷയുമായാണ് ജെയിംസ് തോമസ് വീണ്ടും ജനവിധി തേടുന്നത്. കഴിഞ്ഞ നാളുകളിൽ ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു. അതിനുശേഷം മുനിസിപ്പാലിറ്റിയായി അപ്ഡേറ്റ് ചെയ്തപ്പോൾ ഞാൻ ആദ്യത്തെ മുനിസിപ്പൽ ചെയർമാനായി ഇരിക്കാനുള്ള ഒരു ഭാഗ്യം പാർട്ടി തന്നെയാണ്. ആ കാലയളവിലെല്ലാം നിരവധി വികസന പ്രവർത്തനങ്ങൾ ഏറ്റുമാനുമായി ബന്ധപ്പെട്ട് നമുക്ക് ചെയ്യാൻ സാധിച്ചു. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് നമ്മുടെ ടൗണുമായി ബന്ധപ്പെട്ട വികസന പ്രവർത്തനങ്ങൾ. അതോടൊപ്പം തന്നെ കുടിവെള്ള പദ്ധതികൾ, നിരവധി കുടിവെള്ള പദ്ധതികൾ നമുക്ക് നടപ്പിലാക്കാൻ സാധിച്ചു. നിരവധി റോഡുകളുടെ അതിന് മാത്രമല്ല നമുക്ക് മത്സ്യ മാർക്കറ്റിൻ്റെ പുതിയ ഒരു ബിൽഡിംഗ് അവിടെ ആരംഭിക്കാൻ സാധിച്ചു. അതുപോലെ ഗ്യാസ് ക്രമറ്റോറിയം, ശവ സംസ്കാര കേന്ദ്രം പുതിയതായിട്ട് നമുക്ക് അവിടെ സാധിച്ചു. അതുപോലെ തന്നെ നമുക്കറിയാം നിരവധിയായ വികസന പ്രവർത്തനങ്ങൾ എല്ലാ മേഖലയിലും തൊട്ടുകൊണ്ടുള്ള ഒരു വികസന പ്രവർത്തന പദ്ധതികൾക്കാണ് നമുക്ക് രൂപം നൽകാൻ സാധിച്ചത്. ഇപ്പോൾ വീണ്ടും ഞാൻ തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ ഈ നാടിനെ ഒന്നായി കണ്ടുകൊണ്ട് എല്ലാവരെയും ഒറ്റക്കെട്ടായി നിർത്തിക്കൊണ്ട് ഈ നാടിൻ്റെ വികസനം മുന്നിൽ കണ്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്.